കേരളവുമായി ഏറെ അടുപ്പം പുലർത്തിയ നേതാവ് കൂടിയായിരുന്നു വിജയകാന്ത്. സിനിമാ രംഗത്തിളങ്ങുമ്പോഴും കേരളത്തോട് അദ്ദേഹം ഒരു പ്രത്യേക ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. അരുൺ, കേരളത്തിനും മറക്കാനാവില്ല. വിജയകാന്തിൻ്റെ നിരവധിയായ ചിത്രങ്ങൾ ഇവിടെയും വലിയ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഒപ്പം കേരളത്തെയും അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കേരളത്തോടുള്ള സ്നേഹം, ബന്ധം എങ്ങനെയാണ് ഓർത്തെടുക്കുക? അരുൺ. വിജയകാന്തിന് തലസ്ഥാനവുമായി, കേരളവുമായി വലിയ ബന്ധമുണ്ട്. വളരെ ഇഴയെടുപ്പമുള്ള ബന്ധമാണത്. അദ്ദേഹം ദീർഘനാൾ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹം മധുര സ്വദേശിയാണ്. മധുരയിൽ നിന്ന് എല്ലാ വ്യാഴാഴ്ചയും പാസഞ്ചർ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടെ സുഹൃത്തുണ്ട്. ആ കഥകളിലേക്ക് നമുക്ക് പോകാം. ഞാനിപ്പോൾ ഉള്ളത് ചാലയിലെ ഈ തെരുവിലാണ്. വിജയകാന്ത് ദീർഘനാൾ വന്നുപോയിരുന്ന തെരുവാണ്. ആ തെരുവിൽ, ചാല കമ്പോളത്തിന്റെ തെരുവിൽ ഞാനുണ്ട്. ഇവിടെ അദ്ദേഹത്തെപ്പറ്റി ഓർമ്മയുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ ആ കാലം ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിനെ നമുക്ക് സംസാരിക്കാം. പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തും. ചേട്ടാ, പത്മനാഭൻ എന്നാണ് ചേട്ടന്റെ പേര്. എന്താണ് വിജയകാന്തുമായുള്ള ചേട്ടന്റെ അടുപ്പം? അതായത് വിജയകാന്ത് വന്നിട്ട് ഇപ്പോൾ അല്ല, ഒരു 40 വർഷമായിട്ട് മുമ്പേ നമ്മുടെ ഒരു ചേട്ടത്തിയുടെ ബ്രദറുമായിട്ട് ഇയാൾ വലിയ അടുപ്പത്തിലാണ്. ഇവരുടെ ഭാര്യയുടെ സുഹൃത്താണ്. ഭാര്യയുടെ ചേട്ടത്തിയുടെ സഹോദരന്റെ സുഹൃത്താണ്. അപ്പോൾ അയാളുടെ പേര് സുന്ദർ രാജ് എന്നാണ്. അപ്പം ഈ ഇടയ്ക്ക് അയാൾ MLA ഒക്കെ ആയതാണ്. വിജയകാന്തിന്റെ കേരളത്തിൽ MLA ഒക്കെ ആയതാണ്. ഇവർ സിനിമ ഫീൽഡിന് കയറുന്നതിന് മുമ്പേ ഇവർ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്താണ് സിനിമയ്ക്ക് കയറും മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ചേട്ടത്തിയുടെ സഹോദരനും ഇയാളും ഇബ്രാഹിം റാവുത്തർ പറഞ്ഞ ഒരു കൂട്ടുകാരനും റവി, ഇജേദുല്ല എന്നുള്ള പറഞ്ഞ എല്ലാ കൂട്ടുകാരുമായിട്ട് ഇവിടെ വന്ന് പളവങ്ങാടിയിൽ നമ്മുടെ കടയിലും ചാല കടയിലും. നിങ്ങളുടെ കടയുടെ പേരെന്തായിരുന്നു ആ സമയത്ത്? വനിതാ ഫാൻസി സ്റ്റോർ. ഇവിടെയായിരുന്നു, ചാലയിലായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നലന്ദ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് പളവങ്ങാടിയിൽ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് 10 ദിവസം 15 ദിവസം താമസിക്കും. ഞാൻ കേട്ടുള്ള വ്യാഴാഴ്ചകളിലൊക്കെ അവിടെ നിന്ന് അദ്ദേഹം ട്രെയിനിൽ ഇവിടെ വരും, എന്നിട്ട് ഇവിടെ കറങ്ങി നടന്ന് ഇവിടെ ഒരു 10-15 ദിവസം ഇവിടെ നിൽക്കും. എല്ലാവരുമായിട്ട് നിന്ന് അവർ വന്നവരെ ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ. അക്ക ചിക്കൻ വേണ്ട, മട്ടൻ വേണ്ട, ഫിഷ് മാത്രം പോതും. ഇവിടെ വന്ന് ഫിഷ് മാത്രം പോതും, ചിക്കനും വേണ്ട, മട്ടനും വേണ്ട. അതായത് അവരുടെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അവിടെ കിട്ടാത്തത് മീൻ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വന്ന് ജാലിയായിട്ട് ഇവിടെ ഒരു 10-15 ദിവസം വന്നിരുന്നിട്ട് സിനിമയിൽ കയറിയതിന് ശേഷവും സിനിമ കാണാനൊക്കെ പോകുമായിരുന്നു അല്ലേ അന്ന് ഇവിടെ? സിനിമയിൽ അഭിനയിച്ചതിന് ശേഷവും ഇവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് വന്നാലും താമസിച്ച് ഇവിടെ ഇരിക്കും. പക്ഷെ നല്ലവനാണ്. ഈ സുഹൃത്തുക്കളാണ് ഇയാൾ എത്രയും ദൂരം ഈ സിനിമ ഫീൽഡിൽ കയറാനായിട്ട് സഹായിച്ചത്. ഈ ഒരു 10 സുഹൃത്തുക്കളും ആൾവാർ എന്ന് പറഞ്ഞൊരു ലാഡ്ജിൽ 10 പേര് ഒരു ചെറിയ മുറിയിൽ താമസം. ഉച്ചയ്ക്ക് 11 മണിക്ക് ഒരു 2-3 ഊന്നെടുത്ത് എല്ലാവരും കഴിച്ച് വളരെ കഷ്ടപ്പെട്ട് വന്ന ആളാണ്. വിജയകാന്ത് ഇവിടെ ഒരു കട നടത്തിയിരുന്നു. നിങ്ങളുടെ കട പിന്നീട് അദ്ദേഹം ഏറ്റെടുത്ത് നടത്തി. വന്നിട്ട് എന്റെ വലിയച്ഛന്റെ കടയായിരുന്നു ജ്യോതി ജുവലറി എന്നുള്ള കട. ആ കട അവരുടെ സഹോദരന്മാരെല്ലാം പാകം വയ്ക്കുമ്പോൾ അത് എന്റെ മൂത്ത ചേട്ടന് വേണ്ടി കൊടുക്കാൻ വേണ്ടി അത് വിജയകാന്തിന്റെ പേരിൽ വാങ്ങിച്ച് അത് നഷ്ടമായെന്ന് തോന്നുന്നു. നഷ്ടത്തിലായ കുറച്ച് ദിവസം നടത്തിക്കൊണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആ ചേട്ടൻ മരിച്ചുപോയി. അപ്പൊ അങ്ങനെ അത് അയാള് പിന്നെ ഇപ്പം അവർ രാജൻ വാച്ച് കമ്പനി എന്ന് പറഞ്ഞിട്ട് ടൈറ്റന്റെ ഒരു ഷോറൂം പളവങ്ങാടിയിൽ ബാബാ സ്റ്റുഡിയോയിൽ അതിന്റെ തൊട്ടടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കും. അദ്ദേഹം ഈ കട ഏറ്റെടുത്ത് നടത്തി, വിജയകാന്ത് ഏറ്റെടുത്ത് നടത്തിയല്ലേ? വിജയകാന്തിന്റെ പേരിലാണ് അത് വാങ്ങിച്ചത്. ഇപ്പൊ അത് അയാൾ വേറെ കൊടുത്തു. വിജയകാന്ത് തന്നെ വിറ്റോ? അത് വിറ്റ് ഇപ്പൊ രാജൻ വാച്ച് കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കും. ചേട്ടൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ, വിജയകാന്തിനെ? ഒരുപാട് പ്രാവശ്യം. ഇപ്പൊ ഈ ഒരു 10 വർഷത്തിന് മുമ്പ് കൂടെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ പോയി കാണും. വേറെ നല്ല ആളാണ്. അതായത് ഒരുത്തരിങ്ങനെ ചെയ്യൂല. കൂടെ നിന്നവർക്കെല്ലാം നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അത് തിരിച്ചാണ് അച്ഛൻ എന്ന് വെച്ചാ അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു ഫ്രണ്ട്സ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് തൊഴിഞ്ഞു കൂടാ. ഈ അദ്ദേഹത്തിന്റെ അന്ന് നടത്തിയ സ്ഥാപനം എന്ത് കടയായിരുന്നു അവിടെ നടത്തിയിരുന്നത്? ജ്വല്ലറി തന്നെയാണ്. ഇപ്പഴാ അന്ന് പണ്ട് നടത്തിയിരുന്നത് ജ്യോതി ജുവലറി മാത്രം പേരായിരുന്നാലും ഗോൾഡ് കവറിംഗിന്റെയും ഈ സൗത്ത് ഇന്ത്യയിൽ വെച്ച് ഈ എറണാകുളം വിട്ട പിന്നെ മേക്കപ്പ് സാധനങ്ങളുടെ കളവറയാണ് ജ്യോതി ജുവലറി എന്ന് പറയുന്നത്. എത്ര വർഷം നടത്തി? കവറിങ്ങും അത് 1945 മുതൽ
നടത്തിക്കൊണ്ടിരുന്നതാണ്. അച്ഛനും വലിയച്ഛനും എല്ലാമായിട്ട്. അത് അച്ഛൻ പിന്നെ മാറി വനിതാ ഫാൻസി സ്റ്റോറിന് ആക്കിയതിനു ശേഷം വലിയച്ഛൻ മാത്രം നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ അത് മക്കളൊന്നും ശരിയില്ലാത്തതുകൊണ്ട് അതങ്ങനെ വിൽക്കേണ്ടി വന്നവർക്ക്. വിജയം നടത്തിയതും ഇത് തന്നെയാണ് ഈ ജോലി അത് തന്നെ എന്റെ ഗോൾഡ് കവർ ചേട്ടത്തിയുടെ സഹോദരന്റെ ഇതിൽ നടത്തിക്കൊണ്ടിരുന്നു. എന്റെ മൂത്ത ചേട്ടനാണ് അവിടെ മെയിനായിരുന്നത്. കണ്ണൻ പറഞ്ഞിട്ട് അയാളാണ് മെയിനായിട്ട് ഇരുന്നത്. അയാളുടെ മരണത്തിന് ശേഷം പിന്നെ അത് അയാൾക്ക് അതിൽ താല്പര്യമില്ലാതെ അങ്ങനെ അത് വാച്ച് കടക്കി കൊടുത്തു. അദ്ദേഹം ഓണത്തിനൊക്കെ ഇവിടെ വരുമായിരുന്നോ? കേരളത്തിന്റെ ഭക്ഷണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ചേട്ടന്റെ മരണത്തിന് വന്നിരുന്നു. വിജയകാന്ത് വന്നിരുന്നു. ഏത് വർഷമാണ് അത് വന്നിട്ട് 1985 നടനായ ശേഷമാണ്. വലിയ നടനായ അതിനുശേഷം നമ്മൾ അവിടെ പോകും എല്ലാം ചെയ്യും. പിന്നെ വലിയ ബിസി ആയതിനു ശേഷം പിന്നെ ഇവിടെ വറക്കില്ല. കോണ്ടാക്ട് നിങ്ങൾ അവിടെ പോയി കണ്ടിട്ടുണ്ടോ? ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ കൊണ്ടുപോയി കണ്ടിട്ടുണ്ട്. ഈ ഭക്ഷണപ്രിയനായിരുന്നു അദ്ദേഹം. നല്ല അതായത് മീനാണ് കൂടുതൽ ഇഷ്ടം. ബാക്കി നല്ല രീതിയിൽ ആഹാരം കഴിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമായിരുന്നു അദ്ദേഹം. ക്ഷേത്രത്തിലൊക്കെ വലുതായിട്ട് പോവില്ല. വലുതായിട്ട് അങ്ങനെ പോകും. വിശ്വാസിയാണ്. എല്ലാം ഉണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ ഒരു ടൈപ്പ് അത് ജാതി ടൈപ്പാണ് വേറെ. പക്ഷെ ആരെയും പറ്റിക്കണമെന്നോ അതോ ഇതോ ഒന്നുമില്ല. നല്ലതുപോലെ അറിയാം. എന്റെ ആലിയെന്ന് അടക്കം എല്ലാവർക്കും നല്ലതുപോലെ ചെയ്യും. നല്ലതുപോലെ എത്ര ആൾ MLA ആയിരുന്നു? അയാള് മധുരയിലെ മേற்கு തോന്നി MLA ആയിരുന്നു. അതായത് ഇവരും ജയലളിതയും ഒരുമിച്ച് അലയൻസ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് മിനിസ്റ്റർ ആയിരുന്നു. ഇയാൾ മിനിസ്റ്റർ ആയില്ല, MLA ആയിരുന്നു. പിന്നെ ഇവർ ഒരു 7 പേരായിട്ട് മാറി അത് അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ ഇതായിപ്പോയി. അതിൽ ഇയാൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ നിന്നവർ തന്നെ സ്വന്തം രാജ്യത്തിന്റെ പേരല്ലേ മാറി അതായത് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അദ്ദേഹം മരിച്ചു എന്ന് പറയുമ്പോ ഒരു വലിയ ഇതുണ്ട് സാർ. വെച്ചാൽ നല്ലവണ്ണം വെച്ചാൽ അത്രയ്ക്ക് നല്ല ആളാണ്. വെച്ചാൽ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ട്. മകനല്ലേ ഇതെന്റെ മകൻ? അതെ, ഇദ്ദേഹത്തിന്റെ മകൻ കാർത്തിക്കും വിജയകാന്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അവിടെ സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. എവിടെയാണ്? തമിഴ്നാട്ടില് പിന്നെ കാരക്കുടി ആ ഏരിയയിലൊക്കെ പോയിട്ടുണ്ട്. ഫുഡ് കഴിക്കാതെ വിടത്തില്ല. നല്ല ഒരു സ്നേഹമായിരുന്നു. ഈ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? കുറെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ എത്ര പാടുപെട്ടാണ് വന്നിട്ടുള്ളത് സിനിമയിൽ വന്നത്. പിന്നെ ഇവിടെ ഈ ട്രിവാൻഡ്രത്ത് ആരെന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരമുള്ള ബന്ധമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓർമ്മയുള്ള കാര്യങ്ങൾ? ഇവിടെ വന്ന് മീൻ കഴിക്കാൻ വരുന്നത്, പിന്നെ മ്യൂസിയത്തിൽ കറങ്ങിയത്, ശംഖുമുഖത്ത് പോയത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഈ സിനിമ മേഖലയായിട്ട് ബന്ധമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ സിനിമ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടാണ് വന്നത്. ബെസ്റ്റ് ഫ്രണ്ട് സത്യരാജാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് എങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുത്ത് അങ്ങനെ ജീവിക്കണം, അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വേസ്റ്റ് ചെയ്താക്കാൻ ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ അപ്പൂപ്പനുണ്ട് സുന്ദർരാജൻ എന്നുണ്ട്. അവരെ വെച്ചാണ് കൂടുതൽ അടുപ്പമായത്. പിന്നെ അവരുടെ വീട്ടിൽ ഒരു ദിവസം പോയപ്പോഴും ഫുഡ് എപ്പോഴും ഒരു 100 പേർക്ക് ഫുഡ് റെഡി ആയിരിക്കും. അവിടെ കഴിക്കാതെ വിടത്തില്ല. അങ്ങനെ അവിടുത്തെ ഒരു ക്ഷേത്രത്തിലൊക്കെ വിളിച്ചോണ്ട് വടപള്ളി ക്ഷേത്രത്തിൽ ഫോട്ടോസൊക്കെ അവിടെ പോയത്? ഫോട്ടോസൊക്കെ പണ്ട് എടുത്താണ്. കുറെ കാലമായി പോയിട്ട്. ഇപ്പൊ വയ്യാതായപ്പോ കൂടുതൽ ഈ പ്രോബ്ലം വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും വിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. താങ്ക് യു. ഇതാണ് രഞ്ജിത്തെ, വിജയകാന്തിന് ഹൃദയബന്ധം തന്നെയായിരുന്നു തലസ്ഥാനത്തോട്, തിരുവനന്തപുരത്തോട്, ഈ ചാലത്തെരുവിനോട്, പഴവങ്ങാടിയും. അതുപോലെ അദ്ദേഹം എല്ലാ പല വ്യാഴാഴ്ചകളിലും മധുരയിൽ നിന്ന് ട്രെയിനിൽ ഇവിടേക്ക് എത്തും, സുഹൃത്തുക്കൾക്ക് എത്തും, പിന്നീട് ആഴ്ചകൾ ഇവിടെ താമസിക്കും, ഈ സ്ഥലങ്ങളൊക്കെ കറങ്ങും. തിരുവനന്തപുരം മ്യൂസിയവും ശംഖുമുഖവും കോവളവും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്ഥിരം ദർശകനായിരുന്നു അദ്ദേഹം. അവിടെ കാണാൻ പോകും. തലസ്ഥാനത്ത് സർക്കസ് സമയമാണ്, സർക്കസ് കാണാൻ പോകും. ഇവിടെ നിന്ന് അവസരം തേടി നിരവധി ആളുകൾ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ അവസരം തേടി നടന്നിട്ടുണ്ട്. നടൻ സത്യന്റെ വലിയ ആരാധകനായിരുന്നു വിജയകാന്ത്. അങ്ങനെ മലയാളികൾക്കും വളരെ പ്രിയപ്പെട്ട ഒരു നടനാണ്, ഒരു നല്ല മനുഷ്യനാണ് വിടവാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് അദ്ദേഹത്തിന്റെ ഈ സുഹൃത്തിന്റെ കുടുംബം, അവർ സ്വന്തം കുടുംബം പോലെ കഴിഞ്ഞവരാണ്. അവരുടെ ഓർമ്മകളാണ് ഇപ്പോൾ ന്യൂസ് 18നോട് അവർ പങ്കുവയ്ക്കുന്നത്.